കയറി പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു പെണ്ണൊരു കൂപ്പൺ തന്നിട്ട് ഞങ്ങൾ എന്നാലും അവിടെ പറഞ്ഞ സ്ഥിതിക്ക് പാവണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കൂപ്പൺ എഴുതിയിട്ട് അവിടുത്തെ ഒരു ബോക്സിലിട്ടിരുന്നു. അപ്പോൾ അത് എന്തോ ഒരു സാധനം, എന്തോ ചെറിയ സാധനം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സാധനം അടിക്കുന്നത്. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാൻ പോവാണ്. എന്താ നോക്കാലോ. നിങ്ങൾക്കറിയോ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ തുറന്നു നോക്കിയാൽ ഐഫോൺ 17ന്റെ ഗിവ് അവേ കൊണ്ടൊരു ഏറും കളിയാണ്. അത്രയും ഗിവ് അവേസ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം മുതൽ ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഞാൻ ഗിവ് അവേയിൽ കമൻ്റ് ഇട്ട് പേജ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇത്രയും കൊല്ലമായിട്ട് എനിക്കൊരു സാധനം പോലും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് എന്നുള്ള പല ഗിവ് അവേൻ്റെ താഴെ കമൻറ്റ് വായിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല അണിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്നുള്ള കുറച്ച് മനസ്സിലാവും. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കിട്ടാത്ത ആൾക്കാർ. പക്ഷെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാഫ് പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഗിഫ്റ്റുള്ള വകയിൽ എനിക്കൊരു ബ്ലെൻഡർ കിട്ടി. അതാണ് ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടുന്നത്. അതാണ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പ്രാവശ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും വേണ്ടിയില്ല, ചെറിയ സാധനമാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി ഭയങ്കരമാണ്. നമ്മൾ പോയി നോക്കാം, എന്താ കാണാം. ഇനിയിപ്പോൾ പറ്റിപ്പാന്നോന്നുള്ളതും പോയി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. ഇതാണോ, ഇതാണ് നമ്മൾ കൊടുത്ത കൂപ്പണ്. നമ്മുടെ വില്ലാജിയോ ഹോട്ടലിൻ്റെ അടുത്താണ് വന്നത്. എവിടെയാണോ അല്ലേ വരാൻ പറഞ്ഞത്, അബുദാബി. പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു ട്രാവൽ ഡെസ്ക് ആണെന്നാ. നമ്മളെ ഹോട്ടലിലൊക്കെ ഉണ്ട് അങ്ങനത്തെ പാക്കേജ് കൊടുത്തിട്ട് ആൾക്കാർക്ക്. അങ്ങനല്ല, ചിലപ്പോ ക്രെഡിറ്റ് വൗച്ചർ വരും. അതായത് ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വൗച്ചർ, അപ്പൊ നിങ്ങൾ അടുത്ത ട്രാവലിങ്ങിന് എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും. നോക്കട്ടോ, ആണെന്നുണ്ടെങ്കിൽ കൊല്ലുമ്പോ നോക്കാം. ഇന്ത്യ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, 300 ദിർഹംസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അറിയാം. വേറെ നോക്കാം, പോരെ പോവാ. വല്ല ട്രിപ്പൊക്കെ പോവാ അങ്ങനെയൊക്കെ അല്ലേ. ഇത് നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്, ട്രാവൽ ഡെസ്ക് ആണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പറയാം. വേറെ ആടെ വീഡിയോ എടുക്കട്ടെന്ന് വിചാരിച്ചിട്ടാ. ഹലോ, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് കേട്ടോ. നമ്മുടെ റൂമിലുള്ള സെയിം സാധനം വേണ്ടിയില്ല, കണ്ടില്ലേ, ഇതല്ലേ ഞങ്ങക്ക് നേരെ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിന്റെ മുന്നിലൊക്കെ ട്രാവൽ ഡെസ്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. പ്ലേറ്റ് പിന്നെ ഓൾറെഡി ഒരു ആരെയും വരുമ്പോ 4 എല്ലാം കാറ് വിളിക്കുന്നില്ലേ. അപ്പൊ ട്രാവൽ ഡെസ്കിന്റെ ആൾക്കാർ ട്രാവൽ പാക്കേജ് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്ന. അതായത് ഒരു പറഞ്ഞത് 20 ആൾക്ക് എന്തോ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഓൾക്കൊരു ഓഫർ കൊടുക്കാണ്. അതുപോലെ അത് സ്വാഭാവിക വെറുതെ പറയാൻ നമുക്കറിയാലോ. അപ്പം 20 ആൾക്കാരെ വിളിച്ച് ആ 20 ആൾക്കാരോട് ഇവരെ ട്രാവൽ പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് പേയ്മെന്റ് അടച്ചിട്ടെടുക്കാം. എത്ര 12 ഡേയ്സിന് എത്ര 6500 ദിർഹംസോ അങ്ങനെ എങ്ങനെയുണ്ടാ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമുക്കത് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. നമ്മുടെ ഇവിടെ ട്രാവൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഡേയ്സ് കട്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കൂപ്പണൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ കോളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്കും പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നുള്ള ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ഇതിനും കൂടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഉണ്ട് വന്നതിലിതാ ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ട്. 1 ഇയറിൽ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നതിൻ്റെ എന്തോ ഡിസ്കൗണ്ടും കാര്യങ്ങളായിട്ടൊരു വൗച്ചർ കിട്ടിയിട്ടുണ്ട്. സംഭവം ഇത്രയും രാജ്യങ്ങളിൽ പോകുമ്പം എന്തോ സ്റ്റേയും കാര്യങ്ങളും എന്തൊക്കെ വൗച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ട് എക്സ്ട്രാ ഉള്ളതിന് പോലും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനൊന്നും വഴങ്ങിയില്ല ഗൈസ്. പൈസ പോകും. അതെ, ഓക്കെ ബൈ.